വണക്കം, വന്ദനം, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ഓൾ. സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഇന്ന് ഞായറാഴ്ച ആയിട്ട് ഒരു ലേണിംഗ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് റെക്കോർഡ് ചെയ്യുകയാണ്. ഞാനൊരു സെബി രജിസ്റ്റർഡ് അഡ്വൈസർ അല്ല, അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. സോ ഇതിനകത്ത് നമ്മളിന്ന് ലേൺ ചെയ്യാൻ പോകുന്നത് ഇത് നിഫ്റ്റിയുടെ ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ്. 15 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 12-ാം തീയതി ജാനുവരി മാസം 2025. ഇത് നമ്മൾ എഫേർട്ട് വെസസ് റിസൾട്ട് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. മാർക്കറ്റ് പ്രൊഫൈലിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് വർക്കാകുന്ന ഒരു കോൺസെപ്റ്റാണ്. ഇതൊരു കോൺസെപ്റ്റ് മാർക്കറ്റ് പ്രൊഫൈലിലുള്ളപ്പം ഞാൻ എപ്പോഴും ഒരു റിവേഴ്സൽ ട്രേഡറാണ്. മാർക്കറ്റ് പ്രൊഫൈലിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരില്ല, അതിനെ മനസ്സിലാക്കുന്ന ആൾക്കാരെല്ലാം ഒരു റിവേഴ്സൽ ട്രേഡ് എടുക്കാൻ ധൈര്യം ഉള്ള ആൾക്കാരാണ്. അത് മാർക്കറ്റ് പ്രൊഫൈലിനെ ഡീറ്റെയിൽഡായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. സോ ഇതിനകത്ത് നമുക്ക് ഈ 24,000 താഴെ നിന്നപ്പോഴത്തേക്ക് നമുക്ക് പുഷ് കിട്ടി. പക്ഷേ പുഷിന് ഇതിന് വീക്കർ ഹാൻഡ് സെല്ലിങ്സ് എന്ന് പറയും. ഓക്കെ, സോ ഈ വീക്കർ ഹാൻഡ് സെല്ലിങ്സിനാണ് നമ്മൾ അവർ എഫേർട്ട് ഇടുകയാണ്. മുകളിൽ നിന്ന് നിഫ്റ്റി ഫ്യൂച്ചറിനെ അല്ലെങ്കിൽ നിഫ്റ്റിയെ താഴെ കൊണ്ടുവരാനായിട്ട് എഫേർട്ട് ഇടുകയാണ്. ഈ എഫേർട്ട് എവിടെ നിന്ന് തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എഫേർട്ട് തുടങ്ങിയത് 7-ാം തീയതിയാണ്. ഓക്കെ, സോ 7-ാം തീയതി അവർ മുകളിൽ നിന്ന് താഴോട്ട് പുഷ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ വലിയൊരു ഇത് കിട്ടിയില്ല, അവർക്ക് വലിയൊരു റേഞ്ച് കിട്ടിയില്ല. അതിനുശേഷം വീണ്ടും അവർ അടുത്ത ട്രേഡിംഗ് ഡേ അടുത്ത ട്രേഡിംഗ് ഡേ 8-ാം തീയതി അവർ മുകളിൽ നിന്ന് താഴോട്ട് വെനസ്ഡേ പുഷ് ചെയ്തു. പക്ഷേ അത് വീണ്ടും നല്ലൊരു റിവേഴ്സൽ മുകളിലോട്ട് തന്നെ പോയി ഓപ്പണിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യുകയാണ് കണ്ടത്. അതായത് വീണ്ടും മുകളിൽ നിന്ന് അവർ പുഷ് ചെയ്യുകയാണ്. നിഫ്റ്റി ഫ്യൂച്ചർ അല്ലെങ്കിൽ നിഫ്റ്റി താഴോട്ട് പോകാൻ വിസമ്മതിക്കുകയാണ്. വീണ്ടും താഴെ നിന്ന് മുകളിൽ പോകുന്നതാണ് നമ്മൾ 8-ാം തീയതി കണ്ടത്. വീണ്ടും 9-ാം തീയതി ഓപ്പൺ ഈക്വൽ ടു ഹൈ അവർ തന്നു. 9-ാം തീയതി വ്യാഴാഴ്ച അന്നും നല്ല രീതിയിലുള്ളൊരു ഡൗൺ മൂവ് അവർക്ക് കിട്ടിയില്ല 9-ാം തീയതി. അപ്പോൾ ഇവിടെയൊക്കെ എഫേർട്ട് അവർ ഇടുന്നുണ്ട്, അത് ഫെയിലിയർ ആയിട്ട് വരികയാണ്. ആ എഫേർട്ട് അവരെ കൊണ്ട് വലിയ രീതിയിൽ നിഫ്റ്റിയെ താഴോട്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഓക്കെ, ഇത് വീണ്ടും ഒരു വീക്കർ ഹാൻഡ് സെല്ലിംഗ് ആണ്. നമ്മളിതെല്ലാം ഡേ ഹൈ വീക്കാണെന്ന് ടെലഗ്രാം ചാനലിൽ ലൈവിലൊക്കെ ഒബ്സർവേഷനിൽ കൊടുക്കുന്നുണ്ട്. ഡേ ഹൈ വീക്കാണെന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ റീസൺ ഇത് നമുക്ക് ഈ ക്യാൻഡിൽ സ്റ്റിക്ക് വെച്ച് 15 മിനിറ്റിൻ്റെ പറയാൻ കാരണം മാർക്കറ്റ് പ്രൊഫൈൽ നമ്മൾ ഓപ്പൺ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിറച്ച് നിങ്ങൾക്ക് കൺഫ്യൂഷൻ അവിടെ ഉണ്ടാകും. നിങ്ങൾക്കത് പാടില്ല എന്ന് വിചാരിച്ചാലാണ് ഇങ്ങനെ എക്സ്പ്ലനേഷൻ നമ്മൾ 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ സ്റ്റിക്കിൽ നിഫ്റ്റിയുടെ ഫ്യൂച്ചറിൻ്റെ ചാർട്ടിൽ പറയുന്നത്. വീണ്ടും അവരെന്ത് ചെയ്തു? 10-ാം തീയതി ഇവിടെ എല്ലാം എഫേർട്ട് ഫെയിലിയർ ആകുകയാണ്. മനസ്സിലായില്ലേ? മുകളിൽ നിന്ന് താഴെ കൊണ്ടുവരുന്നു, താഴെ നിന്ന് വീണ്ടും ഒരു റിവേഴ്സലായി വീണ്ടും ഡേ ഓപ്പണെ ക്ലിയർ ചെയ്ത് മുകളിൽ പോവുകയാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ ഇട്ടിരുന്നു ഡേ ഹൈ വാസ് ഫെയിലിയർ അല്ലെങ്കിൽ വീക്കർ ഹാൻഡ് സെല്ലിംഗ് ആണ്, വീക്കാണെന്ന് വീണ്ടും ഇട്ടിരുന്നു. സോ ഇതാണ് നമ്മൾ അതായത് ഈ ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ ഇന്നലത്തെ വെള്ളിയാഴ്ച നമ്മൾ ഇട്ടില്ല, പക്ഷേ അതിന് മുന്നേ ഉള്ള ദിവസങ്ങളെല്ലാം വീക്കർ ഹാൻഡ് സെല്ലിംഗ് ആണ്, ഡേ ഹൈ വീക്കാണെന്ന് പറഞ്ഞിട്ടിരുന്നു. അതുപോലെ നല്ലൊരു റിവേഴ്സൽ നമുക്ക് കിട്ടുന്നതാണ് കണ്ടത്. സോ ഈ വീക്കർ ഹാൻഡ് സെല്ലിങ് നമുക്ക് ഇവർ സക്സസ് ആകുന്നില്ല. താഴെ പുഷ് ചെയ്യുന്നു, താഴെ നിന്ന് വീണ്ടും റിവേഴ്സൽ മുകളിലോട്ട് പോവുകയാണ്. സോ ഇതിന് നമുക്ക് നല്ലൊരു ബേസ് സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റി ഫ്യൂച്ചർ 23,460 താഴെ ട്രേഡ് ചെയ്താൽ അത് 23,225 വരും. ഒരു 200 പോയിൻറ്റിൻ്റെ താഴെ, ഒരു 180-200 പോയിൻറ്റിൻ്റെ താഴെ വരാനുള്ള സാധ്യതകളുണ്ട്. അതേസമയം ഈ വീക്കർ ഹാൻഡ്സിൻ്റെ വീക്കർ ഹൈ ഒക്കെ ക്ലിയർ ആകാനുണ്ട്. ഈ ഓപ്പൺ ഈസ് ഈക്വൽ ടു ഹൈ, അതുകൊണ്ട് ഇവിടുത്തെ ഒരു ഗ്യാപ്പ്, ഇതൊക്കെ നിഫ്റ്റിയിൽ ഫ്യൂച്ചറിൽ ക്ലിയർ ചെയ്യാനുണ്ട്. അതിന് സാധ്യതകൾ ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത് പ്ലാൻ ചെയ്തിട്ട് നോക്കുക. പക്ഷേ ഇനി നല്ലൊരു സെല്ലിംഗ് പ്രഷർ നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ അത് ഓൺലി ഈ ഹൈ ക്ലിയർ ചെയ്യാനുണ്ട്. ഇത് നല്ലൊരു വീക്കർ ഹാൻഡ്സിൻ്റെ ഹൈ ആണ്. അതായത് 7-ാം തീയതിത്തെ ഹൈ വന്നിട്ട് നല്ലൊരു വീക്കർ ഹാൻഡാണ്. അങ്ങോട്ട് നിഫ്റ്റി പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സോ നമുക്ക് നാളത്തെ ട്രേഡിംഗ് ഡേ 23,500 മുകളിൽ സ്പോട്ട് നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ 23,500 550 മുകളിൽ സ്പോട്ട് 550 നോക്കിക്കോളൂ. 550 മുകളിൽ സ്പോട്ട് നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ മുകളിൽ നിന്ന് ഇട്ടേക്കുന്ന എഫേർട്ട് അവർ സ്ക്വയർ ഓഫ് ചെയ്യണം അവിടെ പൊസിഷന്. കാരണം അവർ എഫേർട്ട് ഇടുന്ന ദിവസങ്ങളിലെല്ലാം റിവേഴ്സലാണ് മുകളിലോട്ട് വരുന്നത്. അവരെ കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ടൊരു ഡൗൺ മൂവ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടൊരു ഇത് തന്നാൽ മാത്രമേ അത് സക്സസ്ഫുൾ തരാൻ പറ്റുന്നില്ല.
സോ നമുക്ക് സപ്പോർട്ട് നിഫ്റ്റി ഫ്യൂച്ചറിൽ കാണാൻ പറ്റുന്നത് 23,460 അതിൻ്റെ താഴെ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് 23,225 വീണ്ടും ഒരു സ്ട്രോങ് സപ്പോർട്ടുണ്ട് അവിടെ. ഇത് ഫ്യൂച്ചറിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇവിടെ നിൽക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സോ നാളെ കഴിഞ്ഞൊക്കെ പൊങ്കലാണ് ഇവിടെ തമിഴ്നാട്ടിൽ. അപ്പോൾ ഞാൻ ഫാമിലിയൊക്കെ ആയിട്ട് അതിൻ്റെ കുറച്ച് സെലിബ്രേഷനും ഒക്കെ ബിസി ആയിരിക്കും. പറ്റുമെങ്കിൽ എന്തെങ്കിലും ലൈവ് ഒബ്സർവേഷൻ ഇടാൻ ശ്രമിക്കാം. സോ ഇത് പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലും ലേണിംഗ് ആണെന്നുണ്ടെങ്കിൽ, ലേണിംഗ് ചെയ്തു ഇത് വീഡിയോ മൂലം പഠിച്ചു എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം വീണ്ടും നമ്മൾ പറയുകയാണ്, ഇത് എൻ്റെ കമൻറ്റ് ചെയ്താൽ മാത്രമേ ഇനി വീഡിയോ ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ വീക്ക്ലി ലെവൽസും മന്ത്ലി ലെവൽസും പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോയുടെ എണ്ണം, നമ്മുടെ ലൈവ് ഒബ്സർവേഷൻ ടെലഗ്രാമിൻ്റെ എണ്ണവും കുറയ്ക്കാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുകയാണ്. ഞാൻ ഒഫീഷ്യൽ ജോലിക്കിടയ്ക്കാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ 4 പേർക്ക് എന്തെങ്കിലും ഉപയോഗപ്രദമായിട്ട് ആയിക്കോട്ടെ എന്ന് പറഞ്ഞാണ് ചെയ്യണത്. പക്ഷേ ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പോൾ റെസ്പോണ്ട് ചെയ്യാത്തപ്പം എനിക്ക് തോന്നുന്നു ആർക്കും ഇത് യൂസ്ഫുൾ ആകുന്നില്ല. അപ്പോൾ യൂസ്ഫുൾ ആകാതെ നമ്മൾ വെറുതെ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇനിയൊരു 2 വീഡിയോ കൂടെ നോക്കും. നമുക്ക് നല്ല കമൻസും നല്ല സപ്പോർട്ടും ലൈക്സും ഒക്കെ കിട്ടിയാൽ മാത്രമേ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നുള്ളൂ. കണ്ടതിൽ നിങ്ങളെല്ലാവരും സംസാരിച്ചാൽ വളരെ നന്ദി, നമസ്കാരം. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.